പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ആണും പെണ്ണുമായി നമ്മെ ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നാം ഓരോ ദിവസവും നാം ട്രാൻസ്ഫോംഡ് ആകണം, നമ്മിൽ രൂപാന്തരമുണ്ടാകണം. അങ്ങനെ രൂപാന്തരമുണ്ടായി നാം ക്രിസ്തു എന്ന തലയോളം വളരണം. ഒരു വളർച്ച നമ്മിൽ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ തിരുവചനം വായിക്കുകയും അതനുസരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിക്കണം. ഒരു ഒപ്റ്റിമൽ ഗ്രോത്തും ഫ്രീഡവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ തക്കവണ്ണം നമ്മെ തന്നെ പൊസിഷൻ ചെയ്യണം. ഞാനിപ്രാവശ്യവും ഒരു ബൈബിൾ റീഡിംഗ് പ്ലാന് ഡെയിലി ഡിവോഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് വായിക്കുന്ന ധാരാളം പേരുണ്ട്. പ്രൈസ് ഗോഡ്. അത് നമ്മളെ വളരെ ആക്റ്റീവായിട്ട് ക്രിസ്തുവിൽ വളരാനായിട്ട് സഹായിക്കും. ഇന്ന് അല്പം നേരത്തെ ചിന്തിക്കായിട്ട് എഫേസ്യർ 3-ാം അധ്യായം 16 മുതൽ 19 വരെ. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് തക്കവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴം എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിപ്പീൻ. ഇത് പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ എവിടെന്നേലുമൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്കൊരു ചെടിയുടെ കമ്പ് ഇഷ്ടപ്പെട്ടാൽ, ആ ചെടി ഇഷ്ടപ്പെട്ടാൽ, അതിൻ്റെ പൂ ഇഷ്ടപ്പെട്ടാൽ, ഇല ഇഷ്ടപ്പെട്ടാൽ നമ്മൾ കൊണ്ടുവരും അല്ലേ. എന്നിട്ട് നമ്മളത് കുത്തിവെക്കും, അത് നനച്ചു കൊടുക്കും. ഒരിക്കലും ഒരു ഡ്രൈ സോയിലിൽ നമ്മളത് നടത്തില്ല. സോയിൽ ഡ്രൈ ആണെങ്കിൽ തന്നെ നാം അത് നനച്ചു കൊടുക്കും. അതിനെ സ്റ്റാർവ് ചെയ്യാനായിട്ട് നമ്മളെ വിടത്തില്ല. പ്രൈസ് ഗോഡ്. പലപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഗ്രീൻ തമ്പ. അതായത് ചിലർ നട്ടാൽ പെട്ടെന്ന് കിളുക്കും. അപ്പം ഈ ലോകത്തിലെ ഒരു ഭാഷയാണ് ഗ്രീൻ തമ്പ എന്ന്. പ്രൈസ് ഗോഡ്. എന്നാൽ നമ്മളതൊരു ചെറിയ ചട്ടിയിലാണ് കമ്പ് വെക്കുന്നെങ്കിൽ എന്നും വലുതാകുന്ന ആ ചട്ടിയിൽ തന്നെ വെക്കുവാൻ നാം ഉത്സാഹിക്കുമോ? ഇല്ല. നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുമല്ല, നമ്മളതിനെ വേറൊരു വലിയ പോട്ടിലേക്ക് എടുത്ത് പ്ലാന്റ് ചെയ്യും അല്ലേ. എന്നിട്ട് അപ്പോൾ നമ്മൾ റിച്ചായിട്ടുള്ള നല്ല ബ്ലാക്ക് സോയിൽ ആഡ് ചെയ്യും, വെള്ളം കൊടുത്ത് നനയ്ക്കും, നാം അതിനെ നല്ലവണ്ണം ശുശ്രൂഷിക്കും അല്ലേ. എന്നിട്ട് നേരെ കൊണ്ട് സൺലൈറ്റിലേക്ക് വെക്കത്തില്ല. ഞാൻ സാധാരണ എൻ്റെ വീടിൻ്റെ പുറയിൽ, എൻ്റെ അടുക്കളയുടെയും വർക്കേരിയുടെയും ആ ഭാഗത്താണ് നട്ടു വെക്കുന്ന ചെടികളൊക്കെ ആദ്യം വെക്കുന്നത്. അത് നല്ല പച്ചിപ്പൊക്കെ വന്നതിന് ശേഷമാണ് അതിനെ മുന്നോട്ട് കൊണ്ട് വെക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇതുപോലെ ക്രിസ്തീയ ജീവിതം നമ്മൾ വളരെ ഹാപ്പിയായിട്ട് ട്രാൻസ്ഫോർമേഷനൊക്കെ നടന്ന് ക്രിസ്തുവിൽ വളർന്ന് വരണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മൾ 17-ാമത്തെ വാക്യം എഫേസ്യ ലേഖനം 3 നോക്കിയാൽ അവിടെ പറയുന്നുണ്ട്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. എന്തിലാണ് വേരൂന്നേണ്ടത്? സ്നേഹത്തിൽ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. വി ആർ റൂട്ടഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഹിസ് ലവ്. ആണോ ദൈവമക്കളെ? പക്ഷേ നമ്മൾ വിശ്വാസമില്ലാതെ പോയാൽ നമ്മൾ ചത്തുപോകുന്ന, ഉണങ്ങിപ്പോകുന്ന, ന്യൂട്രിയൻസ് ഒന്നും ഇല്ലാതെ സ്റ്റാർവ് ചെയ്തു പോകുന്ന ഒരു ചെടിയെ പോലെ ഇരിക്കും. അതിനെന്തെങ്കിലും ഭംഗി കാണുമോ? വെറുതെ സ്ഥലം മെനക്കെടുത്തു എന്നുള്ളേ ഉള്ളൂ. ദൈവം എന്തെല്ലാം ന്യൂട്രിയൻസ് നമുക്ക് തരും. ദൈവത്തിൻ്റെ സ്നേഹവും അവൻ്റെ വിശുദ്ധ വചനങ്ങളും തിരുവചനത്തിൽ കൂടെ, ബൈബിളിൽ കൂടി നമുക്ക് തരുന്നില്ലേ? പ്രൈസ് ഗോഡ്. അനേക നല്ല ക്രിസ്ത്യൻസ്, നല്ല വിശ്വാസികൾ, ബിലീവേഴ്സുമായിട്ടുള്ള ഫെലോഷിപ്പും സപ്പോർട്ടും നമുക്ക് കിട്ടുന്നില്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ we are suddenly like a plant rooted in a fresh pot of life.
നമുക്ക് ജീവിക്കാം, നമുക്ക് ബ്രീത്ത് ചെയ്യാം, നമുക്ക് ഡാൻസ് ചെയ്യാം. എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും നല്ലവണ്ണം വളർന്ന് ദൈവത്തിൻ്റെ നാമത്തെ ഗ്ലോറിഫൈ ചെയ്യുവാൻ തക്കവണ്ണം, മഹത്വീകരിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകും. പക്ഷേ നമ്മൾ ചിലപ്പോൾ അങ്ങ് മറന്നു പോവും നമ്മളെന്ത് ടെൻഡർ ആൻഡ് വൾണറബിൾ ആണെന്നുള്ളത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസ്, അവൻ്റെ സ്നേഹത്തിൽ തന്നിരിക്കുന്ന റിസോഴ്സസൊക്കെ വിശ്വാസത്താൽ നാം ഉപയോഗിക്കുന്നുണ്ടോ? ബൈബിൾ വായിക്കാതെയാണോ കുഞ്ഞെ നീന്നിരിക്കുന്നത്? പള്ളിയിൽ പോകാതിരിക്കുന്നൊരു സ്വഭാവമാണോ? ചിലർ, ഞാൻ പറയട്ടെ, ഡോണ്ട് ഈവൻ പ്രേ, പ്രാർത്ഥിക്കാതെ ഇതിപ്പം കേൾക്കുന്ന എത്ര പേരുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ട്രെമ്പിൾ ചെയ്ത് പോകരുതേ. നമ്മൾ വരണ്ട് വിണ്ട് കീറി ഉണങ്ങി സഫർ ചെയ്യുവാൻ ഇടയാകരുതേ. ദൈവം പേർ ചൊല്ലി നമ്മളെ വിളിച്ചിരിക്കുക. നമ്മളവൻ്റെ വിലപ്പെട്ട മക്കളാണ്. അതുകൊണ്ട് അവൻ്റെ വചനത്തിലും അവൻ്റെ സ്നേഹത്തിലും നാം നിമഗ്നരായി ദൈവസന്നിധിയിൽ വളരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ, അതിൻ്റെ 11-ാം വാക്യം തൊട്ട് നോക്കുമ്പോൾ, കർത്താവ് എന്തിനാ നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. നമ്മൾ ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ ഒരളവ്, അതൊക്കെ നാം പ്രാപിക്കണം. ഇതാ ദൈവത്തിൻ്റെ ആഗ്രഹം. പ്രൈസ് ഗോഡ്. അത് ചർച്ച് അറ്റൻഡൻസ് കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കത്തില്ല. ചർച്ചിൽ പോകണം. എന്നാൽ കേൾക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുകയും മറ്റുള്ള വിശ്വാസികളുമൊക്കെ ആയിട്ട് ഒന്ന് കണക്റ്റ് ചെയ്ത് ഒരു വിശ്വാസയാത്ര, ഒരു ദൈവീയ വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നാം ഏൽപ്പിച്ചു കൊടുക്കണം. അത് ദൈവരാജ്യത്തെയും ദൈവജനത്തെയും സഹായിക്കുന്ന കാര്യം തന്നെ. പ്രൈസ് ഗോഡ്. അതിന് എക്സ്ക്യൂസസ് ഒന്നും പറയില്ല. ഞാൻ താമസിച്ചെണ്ണിക്കുന്ന ഒരേ ഒരു ദിവസം സൺഡേയാണ് പറയല്ലേ. എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് ഇഷ്ടമില്ല പറയല്ലേ. എനിക്കങ്ങ് ഷയ്യ പോകാനായിട്ട് എന്നും പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കരുതേ. പ്രൈസ് ഗോഡ്. വചനത്തിൽ ആഴത്തിൽ വേരൂന്നി വളരുകയും ചർച്ചിലൊക്കെ പോവുകയും ഒക്കെ പോകുമ്പോൾ അത് നമ്മെ വളർത്തും. ചർച്ചെന്ന് പറയുമ്പോൾ വെറുതെ ബിൽഡിങ് ഓർക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ബെഞ്ചൊക്കെ ഇട്ട് അങ്ങനെയുള്ളൊരു ബിൽഡിങ് ഓർക്കരുത്. പ്രൈസ് ഗോഡ്. ഗ്രൂപ്പ് ഓഫ് ബിലീവേഴ്സ്, ക്രിസ്ത്യൻ ബിലീവേഴ്സ്, അവരൊരുമിച്ച് കൂടി വരുന്നത് എന്തിനാണ്? അവർ ഗ്യാദർ ചെയ്യുന്നത് എന്തിനാണ്? ടു വർഷിപ്പ് ഗോഡ് അല്ലേ? ആൻഡ് ടു ലെറ്റ് ദ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വർക്ക് ത്രൂ അസ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ, എന്നിട്ട് നമ്മളെയൊക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, വ്യത്യാസം വരുത്തുവാൻ. പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ നാമത്തിൽ നാം കൂടി വരണം. മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇൻറ്ററാക്ഷൻ, മറ്റുള്ള വിശ്വാസികളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ നമ്മെ പക്വതയിലേക്ക് നടത്തും, നമ്മളെ എക്വിപ്പ് ചെയ്യും. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-13 ഞാൻ മുമ്പേ പറഞ്ഞ ഭാഗമൊക്കെ കാണുന്നത്. 13-ാമത്തെ വാക്യം പറയുന്നുണ്ട്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. കിങ്ഡത്തിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷന് തൂത്തകും. പ്രൈസ് ഗോഡ്. നമ്മളെ സ്ട്രോങ് ഇൻഡിവിജ്വൽസായിട്ട് അത് മാറ്റും. നമുക്ക് അഡീഷണൽ സ്ട്രെങ്ത് അത് തരും. ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഐക്യതയോടെ നിൽക്കുമ്പോൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കൂട്ടായ്മ ബന്ധം വെച്ചു പുലർത്താനൊക്കെ ദൈവം നമുക്ക് ആൾക്കാരെ തരുന്ന നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ നന്മയ്ക്കായിട്ടത് തീരും. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മിലെ ബെസ്റ്റ് പുറത്തു വരണം എന്നാണ്. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഈ നാളിൽ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തടസ്സങ്ങൾ ഒന്നുമില്ലാതെ ദൈവസന്നിധിയിൽ വളർന്ന് ഫലം കായ്ക്കുന്നവരായി തീരുവാൻ തക്കണം. ആ ഫലം അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ തക്കണം എല്ലാം നാം ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ എന്ത് കേട്ടാണ് നമ്മൾ വളരുന്നത്, എങ്ങനെയുള്ളവരുടെ കൂടെയാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അതെല്ലാം നമ്മുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് ഓർക്കുവാൻ കഴിയും. കർത്താവേ, നീ എന്നെ അങ്ങനെയൊന്ന് നടത്തിയതിനാലാണല്ലോ ഞാൻ ഇന്ന് ഇങ്ങനെ ആയത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അവൻ നിന്നെ ചോർത്ത് പിടിക്കും കേട്ടോ. ഹി വിൽ കീപ്പ് ഹിസ് ആംസ് അറൗണ്ട് യു. ഹല്ലേലൂയ. നിനക്ക് അവനെ ചാരാം. ഹല്ലേലൂയ. അവനിൽ നമുക്ക് ആശ്വസിക്കാം. ഹല്ലേലൂയ. അവൻ്റെ മഹത്വം ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ സകല വിഷയത്തിലും കാണുവാൻ തക്കവണ്ണം അവൻ നമ്മെ സഹായിക്കും.
ഹല്ലേലൂയ. നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അവൻ കൺട്രോൾ ചെയ്യും. നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നടത്തിത്തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ തന്നെ നിൻ്റെ ജീവിതത്തിൻ്റെ പൈലറ്റായിട്ട് മാറും. കാരണം യേശു നിന്നോടുകൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു നിന്നെ വഴി നടത്തും. നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കണം. അവനെ നാം അനുകരിക്കണം, അവനെ നാം അനുഗമിക്കണം. നമ്മുടെ കംപ്ലീറ്റ് ലോർഡ് ആൻഡ് സേവിയർ ഓഫ് അവർ ലൈഫ് നമ്മുടെ ദൈവമായിരിക്കണം. അവനായിരിക്കണം നമ്മുടെ വഴികാട്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗവുമായി ദൈവത്തിന് സമർപ്പിക്കണം. അതായത് ദൈവത്തിൻ്റെ വില്ല്, ദൈവത്തിൻ്റെ പ്ലാന് അതെൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കായിട്ട് തീരും. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ആത്മീയമായൊരു പുഷ്ടിയും വളർച്ചയും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിപ്പാൻ തക്കവണ്ണം നീ ഇടയാകുമാറാകണമേ. ഒരു ഗ്രോത്ത് പാറ്റേൺ നീ ഞങ്ങളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ആ വളർച്ചയിലേക്ക് ഞങ്ങളായിത്തീരുവാൻ നീ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.